ഹെർമൻ വെർണിക്. ഇയാൾ ഒരു വെറ്റിനറി സർജനാണ്. കണ്ടാൽ ഡീസന്റ് ആണെങ്കിലും എന്തോ വശപ്പിശക് ഇയാൾക്കുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ബീതോവനും ജോർജും കൂടി ഇയാളുടെ ക്ലിനിക്കിൽ പോകുന്നുണ്ട്. ബീതോവനെ കൊണ്ട് ഇയാൾക്ക് എന്തോ ആവശ്യമുണ്ടെന്ന പോലെയാണ് ഇയാളുടെ പെരുമാറ്റം. പിന്നെ ഇവനാള് പുലിയാണെങ്കിലും ഇഞ്ചക്ഷൻ പുള്ളിക്കാരന് നല്ല പേടിയാ. അങ്ങനെ ഈ വെർണിക്ക് ജോർജിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുവാണ്. അന്നേരം ഈ ബ്രീഡിന് ഒരു പ്രോബ്ലം ഉണ്ടെന്നും അത് കുറച്ചു കാലത്തിന് ശേഷം മനുഷ്യരെ കാര്യമില്ലാതെ ആക്രമിക്കുമെന്നും ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് പേടിച്ച് പിറ്റേന്ന് ഇവര് വീട്ടിലില്ലാത്ത സമയത്ത് മക്കളെ വീട്ടിലാക്കാതെ ഒരു ഡേ കെയറിൽ കൊണ്ടാക്കുവാണ്. അവിടുത്തെ മെയ്ഡനാണ് ഡെവോണിക്ക. അങ്ങനെ ആലീസ് അവരെ ഡേ കെയറിലാക്കി പോയി. ഡെവോണിക്ക ആണെങ്കിൽ റേസിനെയും ടെഡിനെയും വിളിച്ചിരുത്തി പാട്ട് പാടുന്നുണ്ട്. ഇന്നേരമാണ് എമിലി പുറത്തുപോയി കളിക്കുന്നതിനിടയിൽ അറിയാതെ പൂളിൽ വീണത്. വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന ബീതോവൻ കൂട് തുറന്ന് ഇങ്ങോട്ട് ഓടി വന്ന് എമിലിയെ രക്ഷിക്കുന്നത്. ഈ സമയം ജോർജും ആലീസും ഒരു കമ്പനിയുമായുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യുവാനുള്ള മീറ്റിംഗിലായിരുന്നു. ഇവിടെ എമിലിയാണിൽ ബീതോവനോട് അവനെ ഇവിടെ കണ്ടാൽ അമ്മ വഴക്കു പറയുമെന്ന് പറഞ്ഞ് അവനെ തിരികെ വിടുവാണ്. എന്നിട്ട് റേസിനെയും ടെഡിനെയും വിളിച്ച് പൂളിൽ വീണ കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ റേസ് ഡെവോണിക്കയോട് അമ്മയെ വിളിച്ചു തരാൻ പറയുവാണ്. അങ്ങനെ ആലീസ് വന്ന് മക്കളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വീട്ടിലെത്തി മക്കളെ ഇനി ഡേ കെയറിൽ ആക്കില്ലെന്ന് അവൾ ജോർജിനോട് വഴക്കടിച്ചു പറയുവാണ്. അപ്പോഴേക്ക് ആ ക്ലയൻസ് വീട്ടിലെത്തിയിരുന്നു. പക്ഷേ അവർക്ക് ഈ ബിസിനസ് ഡീൽ പരമായ ഒന്നിലും താല്പര്യമില്ല. അപ്പോഴേക്ക് ജോർജും ആലീസും അങ്ങോട്ട് വന്നിരുന്നു. അവരന്നേരം സൈൻ ചെയ്യാനുള്ള കോൺട്രാക്ട് ജോർജിന് കൊടുക്കുന്നുണ്ട്. ആലീസ് അത് വായിക്കുമ്പോഴേക്ക് ഇവർ ഓരോന്ന് പറഞ്ഞ് അവളുടെ ശ്രദ്ധ തിരിക്കുവാണ്. എന്നിട്ട് ബീതോവനെ കൊണ്ടുവന്ന് അവനെ താലോലിക്കുന്നെല്ലാം ഉണ്ട്. എന്തോ ഒരു പൊരുത്തക്കേട് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യും. അതിലെ ആ പെണ്ണ് ബീതോവനെ അഴിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവനാണേൽ അതിലൂടെയും ഇതിലൂടെയും നടന്ന് അവരുടെ ചെയറും ടേബിളും ചേർത്ത് കെട്ടി. എന്നിട്ട് ബോൾ എടുക്കാൻ ഒറ്റയോട്ടം. ദേ പോകുന്നു നമ്മുടെ ക്ലയൻസ്. ചെയറിൽ ഇരുന്നോണ്ടും കിടന്നോണ്ടുമുള്ള നല്ല മാനത്തെ നോട്ടമായിരുന്നു അത്. എന്ത് പോക്കാ പോണേ. അങ്ങനെ ആ ഡീൽ ക്യാൻസൽ. ഇതോടെ ജോർജിന് ബീതോവനോടുള്ള പെരുമാറ്റത്തിൽ പിന്നെയും മാറ്റം വന്നു. അവനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പറഞ്ഞു വിടണമെന്ന് അങ്ങേര് ആലീസിനോട് പറയുന്നുണ്ട്. അതെല്ലാം കുട്ടിപ്പട്ടാളം ഇപ്പുറത്ത് നിന്ന് കേൾക്കുന്നുമുണ്ട്. അവരെന്ത് ചെയ്തെന്നോ, പിറ്റേന്ന് നേരത്തെ എഴുന്നേറ്റ് ബീതോവന്റെ എല്ലാ കാര്യവും ചെയ്തു. കൂടാതെ അച്ഛന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ഡോക്ടർ വെർണിക്ക് അങ്ങോട്ട് വരുന്നത്. അങ്ങേര് നേരെ ബീതോവനെ കാണാൻ പോകുവാണ്. അവിടുന്ന് ഇങ്ങേരാദ്യം അയാളുടെ തന്നെ ഷർട്ട് കീറി. എന്നിട്ട് ചുവന്നൊരു വെള്ളമെടുത്ത് അയാളുടെ കയ്യിലും ബീതോവന്റെ മുഖത്തും എല്ലാം തേച്ചു. എന്നിട്ട് അവനെ ഒറ്റയടി. അവനാണേൽ അടി കിട്ടിയപ്പോൾ ഒന്ന് കുരച്ചു. പക്ഷെ ഇതെല്ലാം നമ്മുടെ എമിലി ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. ഇങ്ങേരാണേൽ നിലവിളിച്ച് എല്ലാവരും വന്നപ്പോൾ ബീതോവൻ അയാളെ കടിച്ചതാണെന്ന് പറഞ്ഞു. എന്നാൽ എമിലി അയാൾ നുണ പറയുവാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതാരും വിശ്വസിച്ചുമില്ല. ജോർജ് അങ്ങനെ ബീതോവനുമായി വെർണിക്കിന്റെ ക്ലിനിക്കിലേക്ക് പോകുവാണ്. പോകുന്ന വഴിയിൽ ജോർജ് അവന്റെ ഒരു ഓർമ്മ ബീതോവനോട് പറയുന്നുണ്ട്. അവന്റെ പട്ടിക്കുഞ്ഞിനെ കുട്ടിക്കാലത്ത് അച്ഛൻ ഉപേക്ഷിച്ചപ്പോൾ അവൻ അനുഭവിച്ച ആ വേദന. അങ്ങനെ അവർ വെർണിക്കിന്റെ ക്ലിനിക്കിൽ എത്തുവാണ്. ഇന്നേരം ആ കിളവൻ വെർണിക്ക് കൈ മുറിഞ്ഞ പോലെ കെട്ടിവെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീതോവനെ വെർണിക്കിന്റെ ക്ലിനിക്കിൽ ഏൽപ്പിച്ച് വരുവാണ് നമ്മുടെ ജോർജ്. അവനെ പിരിയുന്നതിൽ അയാൾക്കും വിഷമമുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ മക്കളും അങ്ങേരോട് പിണങ്ങിയിരിക്കുവാണ്. ഈ സമയം ഇവിടെ വെർണിക്ക് ക്ലിനിക്കിൽ നിന്ന് നമ്മുടെ ബീതോവനെ ആ പെറ്റ് സപ്ലൈയിലേക്ക് കടത്തിയിരുന്നു. എന്തോ ടെസ്റ്റിന്റെ കാര്യമെല്ലാം ഇവര് പറയുന്നുണ്ട്. അന്ന് രാത്രി ജോർജിനും കുറ്റബോധം വരുവാണ്. അങ്ങനെ ആലീസും മക്കളും നിർബന്ധം പിടിച്ചപ്പോൾ ജോർജ് അവരെ എല്ലാവരെയും കൂട്ടി പെറ്റ് ക്ലിനിക്കിലേക്ക് പോകുവാണ്. അവിടെ എത്തിയ റേസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബീതോവനെ ഇപ്പോൾ തന്നെ വേണമെന്ന് പറയുവാണ്. എന്നാൽ വെർണിക്ക് ബീതോവൻ അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. ജോർജ് അന്നേരം അങ്ങേരുടെ കൈ കയറി പിടിച്ചപ്പോഴാണ് കള്ളി പൊളിഞ്ഞത്. അങ്ങേരുടെ കയ്യിൽ ഒരു പാട് പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഞങ്ങളെ ചതിച്ചതെന്തിനാ? ഞങ്ങളുടെ ബീതോവൻ എവിടെയെന്നെല്ലാം ചോദിച്ചെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ തല്ലുവോ എന്ന് ചോദിച്ച വെർണിക്കിനെ ജോർജ് ഒന്നങ്ങ് പൊട്ടിച്ചു. അയാളത് ചോദിച്ചു മേടിച്ചതാ. എന്നിട്ടിവർ പോലീസിനോട് റിപ്പോർട്ട് ചെയ്യാനാണ് പോയത്. പക്ഷെ അവരും വലിയ താല്പര്യം ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല. അപ്പോഴാണ് വെർണിക്ക് കാറിൽ കയറി പോകുന്നത് ഇവർ കാണുന്നത്. ജോർജ് അങ്ങേരുടെ പിന്നാലെ വച്ച് പിടിച്ചു. അങ്ങേര് നേരെ പോയത് ആ പെറ്റ് സപ്ലൈയിലേക്കായിരുന്നു. വെർണിക്ക് അകത്ത് കയറിയത് കണ്ട ജോർജ് അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് ഇയാളുടെ 2 അസിസ്റ്റൻസ് ഇല്ലേ, അവര് ചേർന്ന് വെർണിക്ക് ചെയ്യാൻ പോകുന്ന ടെസ്റ്റിന് ആവശ്യമായ പപ്പിയെ ആ ഗോഡൌണിൽ നിന്ന് എടുക്കാൻ വരുന്നത്. അന്നേരം ബീതോവൻ ഇത് കണ്ട് കൂടിന്റെ ലോക്ക് പൊട്ടിച്ച് അവന്മാരുടെ പിറകെ ഓടുവാണ്. അങ്ങനെ അതിലൊരുത്തന്റെ കാലിൽ കടിച്ചു നിൽക്കുമ്പോഴാണ് മറ്റവന് വന്ന് ബീതോവനെ ലോക്കാക്കുന്നത്. ഇതെല്ലാം ആ റൂമിന്റെ റൂഫിലിരുന്ന് ജോർജ് കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ആലീസ് അന്നേരം പോലീസിനെ വിളിക്കാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് വെർണിക്ക് ആ റൂമിലോട്ട് ഇറങ്ങി വരുന്നത്.
അയാൾ ബീതോവനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത് കണ്ട ജോർജ് അങ്ങോട്ട് എടുത്തു ചാടി. അപ്പോൾ ഇങ്ങേര് ജോർജിനെയും കൂട്ടി ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നേരത്തെ കണ്ട പപ്പിയില്ലേ, അവൻ ഓടി വന്ന് ഇയാളുടെ ഡിങ് ഡോങ് നോക്കി ഒരൊറ്റ കടി. ഒരു കടിയായിരുന്നെങ്കിലും ഒരു 100 കടിയുടെ പവർ ആയിരുന്നു അതിന്. ഇങ്ങേരിങ്ങനെ കിളി പോയി നിൽക്കുവാണ്. ഷൂട്ട് ചെയ്തെങ്കിലും ഒന്നും തെറ്റിപ്പോവുകയും ചെയ്തു. വെടിയൊച്ച കേട്ട ടെഡ് അന്നേരം ആ റൂമിലോട്ട് കാർ ഓടിച്ച് ലെവലില്ലാതെ പോകുവാണ്. അവൻ നേരെ പോയി ഒരു ടേബിളിൽ വണ്ടി ഇടിച്ചങ്ങ് നിർത്തി. അവിടെ റെഡിയാക്കി വെച്ചിരുന്ന സിറിഞ്ച് എല്ലാം കൂടി ഇങ്ങേരുടെ നെഞ്ചും കൂട്ടിൽ പോയി തറച്ചു. ഹാവു, തൃപ്തിയായി. ദേ കിടക്കുന്നു വെർണോക്ക് താഴെ. ആ ഗാരേജിലെ എല്ലാ പപ്പീസിനെയും അവർ രക്ഷിച്ചു. ഈ 2 അസിസ്റ്റന്റ്സ് അന്നേരം ഓടി രക്ഷപ്പെടാൻ നോക്കിയിരുന്നു. പക്ഷേ പട്ടിക്കുട്ടികൾ വിടുവോ? അവരവരുടെ പിന്നാലെ ഓടി ഒരു വർക്ക്ഷോപ്പ് ഗാരേജിൽ കയറ്റി. എന്നിട്ട് ഗേറ്റിന് വെളിയിൽ നിൽക്കുന്ന ഈ പട്ടിക്കുട്ടികളോട് നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നവർ പറഞ്ഞു തിരിയുമ്പോഴാണ് അതിനേക്കാൾ ഉശിരം പട്ടികൾ ഗാരേജിനുള്ളിൽ. അവരുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ശേഷം കാണിക്കുന്നത് വെർണിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പോഴാണ് വേറൊരു കാര്യം നടന്നത്. ആ ന്യൂസ് കേട്ട മാർക്ക് നമ്മുടെ റേസിനെ വിളിക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? അങ്ങനെ ആലീസും ജോർജും കിടക്കുന്നതാണ് കാണിക്കുന്നത്. അവരുടെ അടുത്ത് കിടന്നിരുന്ന ബീതോവനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഗുഡ് നൈറ്റ് പറയാൻ ഇനിയും ഒരുപാട് പേരവിടെയുണ്ട്. അവിടുത്തെ പപ്പീസിനെ എല്ലാം ഇവർ കൊണ്ടുവന്നിരുന്നു. നല്ലൊരു ഹാപ്പി എൻഡുള്ള മൂവിയാണിത്. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ. ഇന്നത്തെ ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്കും മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നല്ലൊരു മൂവിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.